everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 33rd lecture on Income Tax Law and Practice 2. This lecture is based on Deductions under Income Tax Act, which is the 5th module in the subject Income Tax Law and Practice 2 for Semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about deductions for certain payments or contributions. And in this lecture, we are going to discuss the balance portion under the head deductions for certain payments or contributions. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ സെക്ഷൻ 80C, സെക്ഷൻ 80CCC ആൻഡ് സെക്ഷൻ 80CCD പ്രകാരമുള്ള ഡിഡക്ഷനാണ് ഡിസ്കസ് ചെയ്തത്. ഈ ലെക്ചറിൽ നമ്മൾ അടുത്ത 3 ഡിഡക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദേ ആർ ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയ വിച്ച് കംസ് അണ്ടർ സെക്ഷൻ 80D ഓഫ് ഇൻകം ടാക്സ് ആക്ട്. Deduction in respect of maintenance including medical treatment of dependent who is a person with disability which comes under section 80DD of Income Tax Act. And deduction in respect of medical treatment etc. which comes under section 80DDB of Income Tax Act. നമുക്ക് സെക്ഷൻ 80D പ്രകാരമുള്ള ഡിഡക്ഷൻ ഡിസ്കസ് ചെയ്യാം. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയ. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡിന് ലഭിക്കുന്ന ഡിഡക്ഷനാണ്. പേഴ്സൺ എൻറ്റൈറ്റിൽഡ് ടു ഡിഡക്ഷൻ സെക്ഷൻ 80D പ്രകാരമുള്ള ഡിഡക്ഷന് എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് ഇൻഡിവിജ്വൽ ആൻഡ് HUF. ഇൻഡിവിജ്വലിനും HUFനും സെക്ഷൻ 80D പ്രകാരമുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. ക്വാണ്ടം ഓഫ് ഡിഡക്ഷൻ. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്തത് ഫോർ സെൽഫ് ആൻഡ് ഫാമിലി ആണെങ്കിൽ ലഭിക്കുന്ന ഡിഡക്ഷൻ എന്ന് പറയുന്നത് എമൗണ്ട് പെയ്ഡ് ഓർ ₹25,000 വിച്ച് എവർ ഈസ് ലെസ്. ഈ രണ്ട് എമൗണ്ട്സിൽ ലോവർ ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ലഭിക്കുന്ന ഡിഡക്ഷൻ. ഇനി മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്തത് പേരൻസിന് വേണ്ടിയാണെങ്കിൽ അപ് ടു ₹25,000 അതായത് ₹25,000 വരെയാണ് ലഭിക്കുന്ന ഡിഡക്ഷൻ. ഇനി മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്തത് സീനിയർ സിറ്റിസന് വേണ്ടിയാണ് എങ്കിൽ അപ് ടു ₹50,000 അതായത് ₹50,000 വരെയാണ് ലഭിക്കുന്ന ഡിഡക്ഷൻ. ഓക്കെ. പേയ്മെൻറ്റ് റിഗാർഡിംഗ് അതായത് ഏതൊക്കെ പേയ്മെൻറ്റ്സിനാണ് സെക്ഷൻ 80D പ്രകാരമുള്ള ഡിഡക്ഷൻ ലഭിക്കുന്നത്. ഇൻഷുറൻസ് പ്രീമിയ ഓൺ ദ ഹെൽത്ത് ഓഫ് സെൽഫ്, സ്പൗസ്, ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ ഓഫ് അസസി, പേരൻറ്റ്സ്. ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുന്നത് ഓൺ ദ ഹെൽത്ത് ഓഫ് സെൽഫ് അല്ലെങ്കിൽ അസസിയുടെ സ്പൗസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രന് വേണ്ടിയോ അല്ലെങ്കിൽ പേരൻസിന് വേണ്ടിയോ ആയിരിക്കണം. ഈ പറഞ്ഞ പേഴ്സൺസിൻ്റെ ഹെൽത്തിനുള്ള ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ പേയ്മെൻറ്റിനാണ് സെക്ഷൻ 80D പ്രകാരമുള്ള ഡിഡക്ഷൻ ലഭിക്കുന്നത്. ഓക്കെ. കണ്ടീഷൻസ് ഫോർ ഡിഡക്ഷൻ. സെക്ഷൻ 80D പ്രകാരമുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ ഫുൾഫിൽ ചെയ്യേണ്ട കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് വൺ, പെയ്ഡ് ബൈ എനി മോഡ് ഓഫ് പേയ്മെൻറ്റ് അതർ ദാൻ ക്യാഷ്. അതായത് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുന്നത് ക്യാഷ് അല്ലാത്ത മറ്റേതെങ്കിലും മോഡ് ഓഫ് പേയ്മെൻറ്റിലായിരിക്കണം. സെക്കൻഡ് വൺ ഇസ് സ്കീം ഫ്രെയിംഡ് ബൈ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് അപ്രൂവ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഓർ അതർ ഇൻഷുറർ ആൻഡ് അപ്രൂവ്ഡ് ബൈ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. അതായത് ഇൻഷുറൻസിൻ്റെ സ്കീം ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഫ്രെയിം ചെയ്തതായിരിക്കണം. ആൻഡ് ഈ സ്കീം സെൻട്രൽ ഗവൺമെൻറ്റോ അതർ ഇൻഷുററോ അപ്രൂവ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയും ഈ സ്കീം അപ്രൂവ് ചെയ്തിരിക്കണം. ഓക്കെ. അടുത്തത് സെക്ഷൻ 80DD പ്രകാരമുള്ള ഡിഡക്ഷനാണ്. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെയിൻ്റനൻസ് ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ഹു ഈസ് എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. അതായത് ഒരു ഡിസേബിൾഡ് ഡിപ്പെൻഡൻറ്റിൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉൾപ്പെടെയുള്ള മെയിൻ്റനൻസിന് ലഭിക്കുന്ന ഡിഡക്ഷനാണ്. സെക്ഷൻ 80DD പ്രകാരമുള്ള ഡിഡക്ഷന് എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. പേഴ്സൺ എൻറ്റൈറ്റിൽഡ് ടു ഡിഡക്ഷൻ ഇൻഡിവിജ്വൽ, HUF. ഇൻഡിവിജ്വലിനും HUFനുമാണ് സെക്ഷൻ 80DD പ്രകാരമുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നത്. ക്വാണ്ടം ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് 40% ഓർ എബോവ് ഉള്ള ഡിസബിലിറ്റി ആണ് എന്നുണ്ടെങ്കിൽ ₹75,000 ആണ് ക്വാണ്ടം ഓഫ് ഡിഡക്ഷൻ. ആൻഡ് 80% ഓർ എബോവ് ആണ് ഡിസബിലിറ്റി, അതായത് സിവിയർ ഡിസബിലിറ്റി ആണ് എങ്കിൽ ₹125,000 ആണ് ക്വാണ്ടം ഓഫ് ഡിഡക്ഷൻ. ഓക്കെ. പേയ്മെൻറ്റ് റിഗാർഡിംഗ് അതായത് എന്തൊക്കെ പേയ്മെൻറ്റ്സിനാണ് സെക്ഷൻ 80DD പ്രകാരമുള്ള ഡിഡക്ഷൻ ലഭിക്കുന്നത് എന്ന് നോക്കാം. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, നഴ്സിംഗ്, ട്രെയിനിങ്, റിഹാബിലിറ്റേഷൻ ഓഫ് ഡിപ്പെൻഡൻസ്. അതായത് ഡിസേബിൾഡ് ഡിപ്പെൻഡൻറ്റിൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, നഴ്സിംഗ്, ട്രെയിനിങ്, റിഹാബിലിറ്റേഷൻ
എന്നിവയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ്സിന് സെക്ഷൻ 80DD പ്രകാരമുള്ള ഡിഡക്ഷൻ ലഭിക്കുന്നതാണ്. ആൻഡ് റിസീവിംഗ് ആനുവിറ്റി ഓർ ലംസം എമൗണ്ട് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ഓൺ ഡെത്ത് ഓഫ് ഇൻഡിവിജ്വൽ ഓർ മെമ്പർ ഓഫ് HUF ഇൻ ഹൂസ് നെയിം സബ്സ്ക്രിപ്ഷൻ ടു സ്കീം ഹാസ് ബീൻ മെയ്ഡ് ഡിപ്പെൻഡൻറ്റ് ഓൺ ആൻ ഇൻഡിവിജ്വൽ മെമ്പർ ഓഫ് HUF. അതായത് ഈ ഇൻഡിവിജ്വലിൻ്റെയോ മെമ്പർ ഓഫ് HUFൻ്റെയോ ഡെത്ത് സംഭവിക്കുകയാണ് എങ്കിൽ അവരിൽ ഡിപ്പെൻഡൻ്റ് ആയതും സ്കീമിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തതുമായ, അത് ഇൻഡിവിജ്വൽ ഡിപ്പെൻഡൻ്റ് ആയ ഒരു പേഴ്സൺ ആകാം, HUFൻ്റെ ഒരു മെമ്പറുമാകാം. അപ്പോൾ ഇവരുടെ ബെനിഫിറ്റിനായിട്ട് ആനുവിറ്റിയോ ലംസം എമൗണ്ടോ റിസീവ് ചെയ്യുന്നു. ഇതിനായുള്ള പേയ്മെൻറ്റിനും സെക്ഷൻ 80DD പ്രകാരമുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. കണ്ടീഷൻസ് ഫോർ ഡിഡക്ഷൻ. സെക്ഷൻ 80DD പ്രകാരമുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ ഫുൾഫിൽ ചെയ്യേണ്ട കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് വൺ, അസസി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ റെസിഡൻ്റായ ഒരു അസസിക്കാണ് സെക്ഷൻ 80DD പ്രകാരമുള്ള ഡിഡക്ഷൻ ലഭിക്കുന്നത്. സെക്കൻഡ് വൺ ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ അസസി ഫോർ സപ്പോർട്ട് ആൻഡ് മെയിൻ്റനൻസ്. സപ്പോർട്ടിനും മെയിൻ്റനൻസിനുമായി അസസിയിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. തേർഡ് വൺ ഇസ് സ്കീം ഫ്രെയിംഡ് ബൈ LIC or other insurer or administrator or specified company and approved by CBDT. അതായത് സ്കീം ഫ്രെയിം ചെയ്യുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനോ അതർ ഇൻഷുററോ അഡ്മിനിസ്ട്രേറ്ററോ സ്പെസിഫൈഡ് കമ്പനിയോ ആയിരിക്കണം. ആൻഡ് ഈ സ്കീം സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് അപ്രൂവ് ചെയ്തിരിക്കുകയും വേണം. ഫോർത്ത് വൺ ഇസ് ഡിപ്പെൻഡൻറ്റ് ഹാസ് നോട്ട് ക്ലെയിംഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80U. ഡിപ്പെൻഡൻറ്റ് സെക്ഷൻ 80U പ്രകാരമുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടാകരുത്. ഓക്കെ, അടുത്തത് സെക്ഷൻ 80DDB പ്രകാരമുള്ള ഡിഡക്ഷനാണ്. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എക്സെട്ര. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനായുള്ള ഡിഡക്ഷനാണ്. പേഴ്സൺസ് എൻറ്റൈറ്റിൽഡ് ടു ഡിഡക്ഷൻ. ഡിഡക്ഷന് എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഇൻഡിവിജ്വൽ ആൻഡ് HUF ആണ്. ഓക്കെ, ഇൻഡിവിജ്വലിനും HUFനുമാണ് സെക്ഷൻ 80DDB പ്രകാരമുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നത്. ഓക്കെ, ക്വാണ്ടം ഓഫ് ഡിഡക്ഷൻ എമൗണ്ട് പെയ്ഡ് ഓർ ₹40,000 whichever is less. പേ ചെയ്ത എമൗണ്ടോ 40,000 റുപ്പീസോ whichever is lower ആണ് ഡിഡക്ഷൻ. സീനിയർ സിറ്റിസൺ അപ് ടു ₹1 lakh. സീനിയർ സിറ്റിസൻ്റെ കേസിൽ അപ് ടു ₹1 lakh ആണ് ക്വാണ്ടം ഓഫ് ഡിഡക്ഷൻ. വെരി സീനിയർ സിറ്റിസൺ അപ് ടു ₹1 lakh ലെസ് എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഇൻഷുറർ ഓർ എംപ്ലോയർ. വെരി സീനിയർ സിറ്റിസൻ്റെ കേസിൽ അപ് ടു ₹1 lakh ആണ് ഡിഡക്ഷൻ. അതിൽ നിന്നും ഇൻഷുററിൽ നിന്നോ എംപ്ലോയറിൽ നിന്നോ റിസീവ് ചെയ്ത എമൗണ്ട് ലെസ് ചെയ്യണം. പേയ്മെൻറ്റ് റിഗാർഡിംഗ്, അതായത് സെക്ഷൻ 80DDB പ്രകാരമുള്ള ഡിഡക്ഷൻ എന്തൊക്കെ പേയ്മെൻറ്റ്സിനാണ് കിട്ടുന്നതെന്ന് നോക്കാം. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്പെസിഫൈഡ് ഡിസീസ് ഓർ എയിൽമെൻറ്റ് ഓഫ് സെൽഫ് ഓർ ഡിപ്പെൻഡൻറ്റ് മെമ്പർ ഓഫ് HUF. അതായത് സെൽഫ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റിൻ്റെയോ മെമ്പർ ഓഫ് HUFൻ്റെയോ സ്പെസിഫൈഡ് ഡിസീസിനായുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെയോ എയിൽമെൻറ്റിൻ്റെയോ പേയ്മെൻറ്റിനാണ് സെക്ഷൻ 80DDB പ്രകാരമുള്ള ഡിഡക്ഷൻ ലഭിക്കുന്നത്. കണ്ടീഷൻസ് ഫോർ ഡിഡക്ഷൻ. സെക്ഷൻ 80DDB പ്രകാരമുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ ഫുൾഫിൽ ചെയ്യേണ്ട കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് വൺ ഇസ് അസസി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ റെസിഡൻ്റായ അസസിക്കാണ് സെക്ഷൻ 80DDB പ്രകാരമുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നത്. സെക്കൻഡ് വൺ ഇസ് ഫേണിഷ് സർട്ടിഫിക്കറ്റ് ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോം. ഈ അസസി പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ സർട്ടിഫിക്കറ്റ് ഫേണിഷ് ചെയ്തിരിക്കണം. തേർഡ് വൺ ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ അസസി ഫോർ സപ്പോർട്ട് ആൻഡ് മെയിൻ്റനൻസ്. സപ്പോർട്ടിനും മെയിൻ്റനൻസിനുമായിട്ട് അസസിയിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. അതായത് അസസിയുടെയോ ഡിപ്പെൻഡൻറ്റിൻ്റെയോ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനുള്ള ഡിഡക്ഷൻ ആണല്ലോ ഈ സെക്ഷനിൽ പറയുന്നത്. ആൻഡ് ആ ഡിപ്പെൻഡൻറ്റ് സപ്പോർട്ടിനും മെയിൻ്റനൻസിനുമായി അസസിയിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. We will discuss the balance portion under deductions under Income Tax Act in the coming lectures. Thank you.